I want to talk you with another point. Just now you said when we are talking, when we are practicing English, we will get another benefit. What is that benefit? You said we will get more friends. Yes. So how many friends did you get by speaking English? By speaking, okay, I will tell you. I spoke with many people, but some people not. They are not ready to open their mouth, and only their purpose to talk something that particular time. But some people, they are very good heart, and they want to speak English as well. They want to get connected with someone. Okay. So I think almost I talked many people, but I got only four good friends. So what I am telling, if we are practicing English over phone, we will get two benefits. In Malayalam, there is a saying, "Oru vedikku rendu pakshi." And in this case, we are getting two benefits. Now, first benefit, we will get chance to speak English, and in that way we can develop our English. That is the first benefit. Second benefit, we will get some good friends. If we are talking with 50 or 100 members, at least we will get 5 good friends from this group. You said you got 4 members. You said you got 4 good friends. Okay. Yes. So we can develop friendship also, and when we feel boring, we can call these friends, and we can we can overcome our boredom. Okay. Yes. Really, you are. That's why I appreciate you, sir. Because that's I want to gratitude your effort. That's why in the beginning I said that it's very good effort. Yes. Nowadays I don't feel any boring because whenever I free, I just call someone and we are talking. Yes. Earlier in English. Then time is, I don't know how fast the time is going. Okay, Ajish, another point I want to tell this point in Malayalam, because ഞാനിപ്പോൾ ഇത് മലയാളത്തിൽ പറഞ്ഞാലേ ചില ബിഗിനേഴ്സിന് മനസ്സിലാവുള്ളൂ. നമ്മുടെ ഗ്രൂപ്പിൽ ധാരാളം ബിഗിനേഴ്സ് വരുന്നുണ്ട്. ആ ബിഗിനേഴ്സിനോട് എനിക്ക് പറയാനുള്ളൊരു പോയിന്റാണിത്. അതായത് നമ്മൾ ഗ്രൂപ്പിൽ വന്നിട്ട് ധാരാളം ആളുകളോട് സംസാരിച്ച് തുടങ്ങണം. അങ്ങനെ സംസാരിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് 2 ഗുണങ്ങൾ കിട്ടും. ആദ്യത്തെ ഗുണം, നമുക്ക് ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. ആ സമയത്ത് തന്നെ നമുക്ക് വളരെ മാന്യമായ രീതിയിൽ നല്ല രീതിയിൽ ഇടപഴകുന്ന നല്ല സുഹൃത്തുക്കളെ ഈ ഗ്രൂപ്പിൽ നിന്ന് കിട്ടും. പണ്ട് കാലത്ത് ഞങ്ങളൊക്കെ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സുഹൃത്തിനെ അന്വേഷിച്ച് നടന്നിട്ടുണ്ട്. സുഹൃത്തിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ സുഹൃത്ത് അവിടെ ഉണ്ടാവില്ല. അടുത്ത സുഹൃത്തിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അയാൾ അവിടെ ഉണ്ടാവില്ല. ഇപ്പൊ നമ്മൾ എവിടെയും പോകേണ്ട ആവശ്യമില്ല. വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഈ ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞാൽ ധാരാളം സുഹൃത്തുക്കളെ കിട്ടും ഇംഗ്ലീഷ് സംസാരിക്കാൻ. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനും പറ്റും, വേറെ വിശേഷങ്ങൾ പറഞ്ഞ് സുഹൃത്ത് ബന്ധം പുലർത്താനും കഴിയും. നമുക്ക് ബോറടിയുള്ള സമയത്ത് ഈ സുഹൃത്തുക്കളെ വിളിച്ച് നമ്മുടെ ബോറടി മാറ്റാനും കഴിയും. പിന്നെ എനിക്ക് അജീഷിനോടും മറ്റുള്ളവരോടും പറയാനുള്ള ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ ഗ്രൂപ്പിൽ വന്നിട്ട് 50, 100, 500 ആൾക്കാർ ആ ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് കിട്ടിയേക്കും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ നല്ല ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ തന്നെ ചെറിയൊരു ഗ്രൂപ്പ് ഉണ്ടാക്കണം. അതിൽ 4, 5, 10 ആൾക്കാർ മാത്രം മതി. ആ ഫ്രണ്ട്സിന്റെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടാൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ആ ഫ്രണ്ട്സിനെ ആ ഗ്രൂപ്പിൽ വന്ന് വിളിച്ച് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും നിങ്ങളുടെ സൗഹൃദം പങ്കുവെക്കാനും പറ്റും. അങ്ങനെ ചെറിയ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ അജീഷ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ ഗ്രൂപ്പ് എന്തെങ്കിലും? ഞാൻ ഇതുവരെ ക്രിയേറ്റ് ചെയ്തില്ല. എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്തോ. ഈ പറഞ്ഞ 4, 5 കൂട്ടുകാരുണ്ട്. ആ കൂട്ടുകാരെ ചേർത്തിട്ട് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. ആ ഗ്രൂപ്പിന് എന്തെങ്കിലും നല്ല ഭംഗിയുള്ള ഒരു പേരും കൊടുക്കുക. എന്നിട്ട് ആ ഗ്രൂപ്പിന്റെ ഒരു പ്രത്യേകത, ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരേ സമയം നിങ്ങളുടെ കോള് ആ ഗ്രൂപ്പിലത്തെ 5 പേർക്കും കിട്ടും. ആ സമയത്ത് ആരെങ്കിലും ഫ്രീ ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അവർ ഗ്രൂപ്പിലേക്ക് വരും. എന്നിട്ട് അജീഷിന്റെ കൂടെ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യും. സാർ എന്താന്ന് വെച്ചാൽ ഞാൻ പറയാം, ടു ബി ഫ്രാങ്ക് എന്ന് വെച്ചാല് എല്ലാവർക്കും ഇനീഷ്യലി ദേ ആർ വെരി വെരി ഇൻട്രസ്റ്റഡ് ടു ടോക്ക് ദ സെയിം പീപ്പിൾ. ആഫ്റ്റർ ദാറ്റ് ദേ മേ നോട്ട് ഫീൽ, ദേ മേ ഫീൽ ബോറിംഗ്, isn't it?
നോ ഈ ചില നല്ല ഫ്രണ്ട്സ് ആണെങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും ബോറിങ് ഉണ്ടാവില്ല. എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഞാൻ 6 കൊല്ലമായി എറണാകുളത്ത് ഇങ്ങനെ ഗ്രൂപ്പ്സ് ഫ്രണ്ട്സിനെ കളക്ട് ചെയ്തിട്ട് ഫ്രണ്ട്സിന്റെ കൂടെ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അവിടെ ഒരു 400ഓളം ആൾക്കാർ വന്നു പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു 10% ആൾക്കാർ ഇപ്പോഴും ക്ലോസ് ഫ്രണ്ട്സ് ആണ്. അതായത് 400ന്റെ 10% എന്ന് പറഞ്ഞ ഒരു 40 പേര് ഇപ്പോഴും ക്ലോസ് ഫ്രണ്ട്സ് ആണ്. ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഈ ഗ്രൂപ്പിൽ എപ്പോൾ വേണമെങ്കിലും കയറി ചെന്ന് സംസാരിക്കാം. ഞങ്ങൾ ഈ ഗ്രൂപ്പ് എറണാകുളത്ത് ശനിയാഴ്ചയും ഞായറാഴ്ചയും മീറ്റ് ചെയ്യാറുണ്ട്. അവിടെയും ഞങ്ങൾ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അപ്പം നമുക്ക് ഒരാളോട് ഈ 400 പേരെ പരിചയപ്പെട്ടാൽ അതിൽ 90% ആൾക്കാരും പോകും, നമ്മളായിട്ട് അടുക്കില്ല. സംസാരിക്കുമ്പോൾ നമുക്ക് ബോറിംഗ് ഉണ്ടാവും. ആ ബോറിങ്ങുള്ള ആൾക്കാർ പോയിക്കോട്ടെ. ബോറടിക്കാത്ത സ്ഥിരമായിട്ട് നമ്മളോട് ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയ സുഹൃത്തുക്കളെ കിട്ടും. ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ടല്ല, ഇംഗ്ലീഷ് സംസാരിക്കാൻ. അവരോട് എത്ര കാലം പ്രാക്ടീസ് ചെയ്താലും നമുക്ക് ബോറടിക്കില്ല. കാരണം അവർ പുതിയ പുതിയ ഐഡിയാസ് ആയിരിക്കും ഇംഗ്ലീഷിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പൊ അജീഷ് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണത് വളരെ നല്ലതാണ്. സാധാരണ ഒരു അഡ്മിനും ഇങ്ങനെ ഒരു സജഷൻ തരില്ല. സാർ യു ആർ റിയലി നൈസ്. അല്ല ഞാൻ പറയുന്നത്, ഞാൻ എന്താ ഇത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ, ഞാനിപ്പോ ഒരു 4 ഗ്രൂപ്പാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ 4 ഗ്രൂപ്പിലും ഞാൻ ക്രിയേറ്റ് ചെയ്ത ആൾക്കാരല്ലേ വരുള്ളൂ. നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സിനെ അവിടെ കിട്ടൂലല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സിനെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കാനാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് അവരുമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ പണ്ട് കാലത്ത് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ഞാൻ മാത്രമല്ല, വേറെ പലരും 2 or 3 സുഹൃത്തുക്കളെ കണ്ടെത്തിയിട്ട് എപ്പോഴും ഈ സുഹൃത്തുക്കളെ എവിടെയെങ്കിലും മീറ്റ് ചെയ്യും. പാർക്കിലോ അമ്പലപ്പറമ്പിലോ റെയിൽവേ പാളത്തിന്റെ മുകളിലൊക്കെ മീറ്റ് ചെയ്തിട്ട് അവിടെ ഇരുന്ന് സംസാരിക്കുമായിരുന്നു. നമുക്കിപ്പോൾ ഈ വാട്സപ്പ് വന്നേക്കുന്ന സ്ഥിതിക്ക് ഇനി പാർക്കിലും പോകണ്ട, അമ്പലപ്പറമ്പിലും പോകണ്ട, റെയിൽവേ പാളത്തിന്റെ മുകളിലും കയറിയിരിക്കേണ്ട, കലിങ്കിന്റെ മുകളിലും കയറിയിരിക്കേണ്ട, അവനവന്റെ വീട്ടിലിരുന്നിട്ട് ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ സംസാരിച്ചാൽ മതി. അപ്പൊ ഇത്തരം ഫെസിലിറ്റി ഉള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് വാട്സാപ്പിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറയുന്നത്. പിന്നെ ഈ ഫ്രണ്ട്സ് നിങ്ങളുടെ സ്വദേശത്ത് തന്നെ വേണമെന്നില്ലല്ലോ. ഇന്ത്യയുടെ ഏത് ഭാഗത്തായാലും ലോകത്തിന്റെ ഏത് ഭാഗത്തായാലും ആ ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിളിച്ച് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടേതായ ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക, അതിൽ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങളുടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് അജീഷ് എത്രയും പെട്ടെന്ന് അത് ചെയ്യണം. ഇപ്പൊ 5 ഫ്രണ്ട്സിനെ വെച്ച് തുടങ്ങിക്കോ, കുറച്ച് കഴിയുമ്പോൾ അത് 10 ആവും, 15 ആവും. നമ്മ മതി, ഒരു 15 പേര് മതി. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് എപ്പോൾ വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ എന്നെ കൂടി കൂട്ടിക്കോ, വെറുതെ വല്ലപ്പോഴൊക്കെ വരാം നിങ്ങളുടെ ഗ്രൂപ്പ്. വെരി ഗുഡ് ഐഡിയ. യെസ്.